സോറി, കോഴിക്കോട്, ബഷീർ സാഹിബിന്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, മാസ്കോ ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചറും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടച്ചേട്ടന്മാരുമുള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും നടക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിന്റെ മാത്രം ഐശ്വര്യതയും. കണ്ണുകളിൽ തളിരിട്ടതെന്നൊരു പൊന്നും പുലർക്കാലം, സംസ്ഥാനത്ത് ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉയരുകയാണ്. ഇടിമിന്നൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും ജാഗ്രതയിലുണ്ടാകുന്ന വിട്ടുവീഴ്ചയാണ് പലപ്പോഴും ജീവനെടുക്കുന്നത്. ഇടിമിന്നലിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നത് സംബന്ധിച്ച് അറിവില്ലാത്തതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ആകാശം മേഘാവൃതമാകുമ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ചു തുടങ്ങണം. തുറസായ സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും മിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. ടിവി, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും പ്ലഗുകൾ സോക്കറ്റിൽ നിന്ന് ഊരിയിടുക. ജനലുകളും വാതിലുകളും പൂർണ്ണമായി അടയ്ക്കുക. ഭിത്തികളിൽ തൊട്ടു നിൽക്കുന്നതും അപകടം വിളിച്ചു വരുത്തും. മിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും കൈ കഴുകുന്നതും പാത്രം കഴുകുന്നതും ഒഴിവാക്കണം. ലാൻഡ് ലൈൻ ഫോണുകൾ ഉപയോഗിക്കരുത്. ഇനി പുറത്താണെങ്കിൽ മിന്നൽ ലക്ഷണം കണ്ടാലുടൻ എത്രയും വേഗം കോൺക്രീറ്റ് മേൽക്കൂരയുള്ള സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുക. ഇടിമിന്നലേൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മരങ്ങൾക്കാണ്. അതിനാൽ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കരുത്. സുരക്ഷിതമായ കെട്ടിടങ്ങൾ ഒന്നുമില്ലെങ്കിൽ തുറസായ സ്ഥലത്തോ കുന്നിൻ മുകളിലോ നിൽക്കരുത്. താഴ്ന്ന പ്രദേശത്തേക്ക് മാറുക. ഇനി ഏതെങ്കിലും ജലാശയത്തിലാണുള്ളതെങ്കിൽ ഉടൻ തന്നെ കരയിലേക്ക് മാറാൻ ശ്രമിക്കണം. വെള്ളം വൈദ്യുതി കടത്തിവിടുന്നതിനാൽ ഇത് അതീവ അപകടകരമാണ്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളുടെ കാര്യത്തിലും ഈ മുൻകരുതലുകൾ ഒരു കാരണവശാലും മിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. ടിവി, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും പ്ലഗുകൾ സോക്കറ്റിൽ നിന്ന് ഊരിയിടുക. ജനലുകളും വാതിലുകളും പൂർണ്ണമായി അടയ്ക്കുക. ഭിത്തികളിൽ തൊട്ടു നിൽക്കുന്നതും അപകടം വിളിച്ചു വരുത്തും. മിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും കൈ കഴുകുന്നതും പാത്രം കഴുകുന്നതും ഒഴിവാക്കണം. ലാൻഡ് ലൈൻ ഫോണുകൾ ഉപയോഗിക്കരുത്. ഇനി പുറത്താണെങ്കിൽ മിന്നൽ ലക്ഷണം കണ്ടാലുടൻ എത്രയും വേഗം കോൺക്രീറ്റ് മേൽക്കൂരയുള്ള സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുക. ഇടിമിന്നലേൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മരങ്ങൾക്കാണ്. അതിനാൽ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കരുത്. സുരക്ഷിതമായ കെട്ടിടങ്ങൾ ഒന്നുമില്ലെങ്കിൽ തുറസായ സ്ഥലത്തോ കുന്നിൻ മുകളിലോ നിൽക്കരുത്. താഴ്ന്ന പ്രദേശത്തേക്ക് മാറുക. ഇനി ഏതെങ്കിലും ജലാശയത്തിലാണുള്ളതെങ്കിൽ ഉടൻ തന്നെ കരയിലേക്ക് മാറാൻ ശ്രമിക്കണം. വെള്ളം വൈദ്യുതി കടത്തിവിടുന്നതിനാൽ ഇത് അതീവ അപകടകരമാണ്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളുടെ കാര്യത്തിലും ഈ മുൻകരുതലുകൾ ബാധകമാണ്. അന്തരീക്ഷം മേഘാവൃതമാകുമ്പോൾ തന്നെ വളർത്തു മൃഗങ്ങളെ സുരക്ഷിതമായ കൂടുകളിലേക്ക് മാറ്റുക. ലോഹച്ചങ്ങലകളിൽ അവയെ കെട്ടിയിടരുത്. അവസാന ഇടിമുഴക്കത്തിന് ശേഷവും കുറഞ്ഞത് 30 മിനിറ്റ് നേരമെങ്കിലും സുരക്ഷിതമായി തുടരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ സമയത്തുള്ള നമ്മുടെ ഇടപെടലുകൾക്ക് ഒരു വലിയ ദുരന്തത്തെ ഒഴിവാക്കാൻ സാധിക്കും. എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ് ഇന്ന് കണ്ടത്. ഒരു ദിവസത്തെ അവരുടെ ലൈഫ് റൂട്ടീൻ. വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് യാത്രത്തേക്കുള്ള പ്രിപ്പറേഷനാണ്.
സെറ്റ് ചെയ്യുക. ഒറ്റക്ക് വിടുകയല്ലാട്ടത് കൂടെ നിന്ന് കച്ചവടം ചെയ്യുവാൻ ആ ഒരു വൈഫ്. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഇതേ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വൈഫാണ്. ഏത് പ്രതിസന്ധി ഘട്ടവും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഒരു പാതി എന്ന് പറയുന്നത് കലികാലശൂരൻ കലിതുള്ളിടുന്നേ മയിലേറി വന്നിടുമോ കുമാര